അല്ല, അത് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പക്ഷെ ഇന്നലത്തെ പ്രതികരണങ്ങൾ യഥാർത്ഥത്തിൽ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതിനും സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുന്നതിനുമുള്ള ആസൂത്രിതമായ ഒരു നീക്കത്തിന്റെ ഭാഗമായി വേണം കാണാൻ. അത് നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിരിക്കാം. അതിന്റെ ഉപജ്ഞതാവാണോ ഉപകരണമാണോ അൻവർ എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഒരു ഇടതുപക്ഷ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു MLA എന്ന നിലയിൽ അദ്ദേഹം പാർട്ടിയോടും ഗവൺമെന്റിനോടും സമർപ്പിച്ചതിന് ശേഷം പരിഹാരമൊന്നും കാണാതെ വരുന്ന ഘട്ടത്തിലാണ് സാധാരണ പൊതുസമൂഹത്തിന് മുൻപിൽ വരേണ്ടത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ആ ഘട്ടത്തിൽ തന്നെ അദ്ദേഹം കാര്യങ്ങൾ പലതും പത്രങ്ങളോടും ചാനലുകളോടും പറഞ്ഞതിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ മുൻപിലേക്ക് പരാതി എത്തിയിട്ടുള്ളത്. അതേ പരാതിയുടെ കോപ്പി പാർട്ടിയുടെ മുൻപിൽ വരികയും ചെയ്തു. എന്നാൽ അത് ശരിയായൊരു സമീപനമല്ലെങ്കിലും ഒരു ഇടതുപക്ഷ സ്വതന്ത്രൻ എന്ന നിലയിലുള്ള പരിഗണന കൂടി വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ശരിയായ രൂപത്തിൽ അന്വേഷണം നടത്തണം എന്നത് പാർട്ടിയും ഗവൺമെന്റും നിലപാട് സ്വീകരിച്ചത്. അതിനകത്ത് ഒരു മാറ്റവുമില്ല എന്ന് ഇന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏത് പ്രശ്നവും സർക്കാരിന്റെയും പാർട്ടിയുടെയും മുൻപിൽ ഉയർത്താൻ പാർട്ടി അംഗങ്ങൾക്ക് മാത്രമല്ല പൊതുസമൂഹത്തിനും ഏതൊരു വ്യക്തിക്കും അവകാശമുണ്ട്. അത്തരം പരാതികളെ പാർട്ടി ഗൗരവമായി കാണും, സർക്കാരും ഗൗരവമായി കാണും. ഇവിടെ അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങളിൽ വളരെ വേഗത്തിലുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുകയുണ്ടായി. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഘട്ടത്തിൽ ഇന്നലെ അൻവർ നടത്തിയിട്ടുള്ള ആ പ്രവർത്തനം യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ടും ശത്രുക്കളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അത് പാർട്ടി രാഷ്ട്രീയമായും സംഘടനാപരമായിട്ടും അതിനെ നേരിടുക തന്നെ ചെയ്യും. ഇത്തരത്തിലുള്ള തെറ്റായ പ്രചാരവേലകൾ വഴി ഒരു കുറെ കാലമായി കേരളത്തിൽ സൃഷ്ടിച്ചു കൊടുക്കുന്ന നരേറ്റീവ് ഉണ്ട്. അതൊന്ന് BJPക്ക് അനുകൂലമായ ഒരു സമീപനം സർക്കാർ സ്വീകരിക്കുന്നു. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നടന്നു വന്ന പ്രചാരവേല മറ്റൊന്നായിരുന്നു. ഇടതുപക്ഷം തോൽക്കാൻ കാരണം ന്യൂനപക്ഷ പ്രീണനമാണ്. ന്യൂനപക്ഷത്തിനെ അമിതമായി സഹായിക്കുന്നു. അതാണ് ഈ തിരിച്ചടിക്ക് കാരണം എന്നായിരുന്നു അന്നത്തെ പ്രചാരവേല. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ പുതിയ ഒരു നരേറ്റീവ് ഇറങ്ങി. അത് ഇടതുപക്ഷവും പ്രത്യേകിച്ച് CPIM-ഉം BJPയും തമ്മിൽ ബന്ധമുണ്ട്. അത് BJPക്ക് സഹായകരമായും കേരളത്തിലെ ചില വർഗീയ ശക്തികൾക്ക്, ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയ ശക്തികൾക്ക് ഒരു അരങ്ങൊരുക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതിന് സഹായകരമായിട്ടുള്ള പ്രചാരവേലകളുണ്ട്. ആ പ്രചാരവേലകളാണ് ഇപ്പോൾ അൻവറും പരസ്യമായി ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. അത് പൂർണ്ണമായും തള്ളിക്കളയുന്നു. അതിനെ ശരിയായ രൂപത്തിൽ തന്നെ തുറന്നു കാണിക്കും. എന്നാൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയതുപോലെ ഏത് പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ടോ അത് സംബന്ധിച്ച് നിഷ്പക്ഷമായ അന്വേഷണം നടക്കുകയും ചെയ്യും. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അത് മാത്രമല്ലല്ലോ, അൻവർ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുന്നു. അത് വളരെ കൃത്യമായി ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താൻ, പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ശ്രമത്തിന്റെ ഭാഗമാണ്. ഇപ്പോൾ പാർട്ടിയെക്കുറിച്ച് പാർട്ടി ആകെ അടിമത്തമാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പാർട്ടി ഉടനീളം വളരെ ഗൗരവമായ ചർച്ചകൾ നടക്കുന്നു. മുഖ്യമന്ത്രിയെ പോലും നിർഭയമായി പാർട്ടി അംഗങ്ങൾ വിമർശിക്കുന്നു. ഇതാണല്ലോ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ പാർട്ടിയുടെ സംവിധാനം പാർട്ടിക്കകത്ത് സജീവമായ ചർച്ചകളുണ്ടായി. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം രാഷ്ട്രീയ പ്രശ്നങ്ങളാണ്. എന്നാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ? ഗവൺമെന്റ് എന്തെങ്കിലും കുറവുകളുണ്ടോ? അത് ഞങ്ങൾ പരിശോധിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയില്ല. പാർട്ടി താഴോട്ട് പോയി. ബ്രാഞ്ച് വരെയുള്ള എല്ലാ ഘടകങ്ങൾക്കകത്തും ചർച്ച ചെയ്തു. അവിടെ നിന്ന് അഭിപ്രായങ്ങൾ കേട്ടു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ ചർച്ച ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ മുൻഗണനകൾ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം, രീതികളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്, അത് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തു. അപ്പൊ അങ്ങനെ വളരെ ശക്തമായ ഒരു ആഭ്യന്തര ജനാധിപത്യമുള്ള പാർട്ടിയാണ് CPIM. അപ്പൊ അത്തരം ഒരു പാർട്ടിക്കകത്ത് ചില ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമോ? സ്വാഭാവികമായിട്ട് എത്ര നിഷ്പക്ഷമായി പോലീസ് പ്രവർത്തിച്ചാലും ചില വിഷമങ്ങളോ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. അതെല്ലാം ഒരു വല്ലാത്ത അതാണ് പൊതുപ്രവണത എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം പൊതുവെ നടക്കുന്നുണ്ട്. അതിന് ഒരു ആയുധമായിട്ട് വരുന്നു. അതോടൊപ്പം തന്നെ മറ്റു തരത്തിലും ഒരു മുസ്ലിം വിരുദ്ധത, ഞാൻ നേരത്തെ പറഞ്ഞു മുസ്ലിം പ്രീണനമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കെതിരെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു മുസ്ലിം വിരുദ്ധത എന്ന് സ്ഥാപിക്കാൻ ചില ശക്തികൾ, പ്രത്യേകിച്ചും മുസ്ലിം ചില സംഘടനകൾ പ്രത്യേകമായി ശ്രമിക്കുന്നു. അതിനൊരു കാരണം കൂടിയുണ്ട്. കേരളത്തിൽ ഇടതുപക്ഷത്തിന് മതന്യൂനപക്ഷങ്ങൾക്കിടയിലും മതനിരപേക്ഷവാദികൾക്കുള്ളിലും ശക്തമായ സ്വാധീനമുണ്ട്. ആ സ്വാധീനമാണ് BJPയുടെ വളർച്ചയ്ക്ക് തടസ്സമുണ്ടാക്കുന്നത്. ആ സ്വാധീനമാണ് ചില മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ വളർച്ചയ്ക്ക് തടസ്സമുണ്ടാക്കുന്നത്.
അതുകൊണ്ട് CPM ദുർബലപ്പെടുത്തേണ്ടത് ഈ രണ്ട് വിഭാഗങ്ങളുടെയും ആവശ്യമാണ്. അങ്ങനെ ഒരു നിലപാട്, ഒരു സ്വീകാര്യത CPM ലഭിച്ചതിൽ പാർട്ടി എടുത്ത നിലപാടുകളും ആ പാർട്ടിയുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീകം എന്ന നിലയിൽ ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എടുത്ത നിലപാടുകളും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിന് ഒരു അവിശ്വാസം സൃഷ്ടിക്കണം. ആ അവിശ്വാസം പാർട്ടിയിലും മതനിരപേക്ഷവാദികളിലും മതന്യൂനപക്ഷങ്ങളിലും സൃഷ്ടിക്കണം. അതിനൊരു ആസൂത്രിതമായ നരേറ്റീവ് കുറച്ചു കാലമായി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ നരേറ്റീവിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു മുഖമായിട്ടാണ് അൻവർ വന്നിട്ടുള്ളത്. അത് ആസൂത്രിതമായ അതിന് ഉപജ്ഞാതാവാണോ ഉപകരണമാണോ എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി മനസ്സിലാക്കേണ്ട കാര്യമാണ്.